ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? മാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്നെ ഷിബില. നമുക്ക് നല്ലൊരു മോര് കാച്ചിയതിന്റെ റെസിപ്പി കാണാം. അതിനായിട്ട് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കട്ട ഉടച്ചെടുക്കുക. ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബ്ലെൻഡറോ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കട്ട ഉടച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ നന്നായിട്ട് കട്ട ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. മോര് കാച്ചിയത് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയരട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഉലുവയും കടുകും പൊട്ടി വരുമ്പോഴേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കരുത്, അപ്പൊ പെട്ടെന്ന് തന്നെ തൈര് പിരിഞ്ഞു വരും. ഒന്ന് തണുത്തതിന് ശേഷം വേണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒഴിച്ച പാടന്നെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ആ ചട്ടീന്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് തന്നെ തൈര് പിരിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ഒഴിച്ച പാത്രത്തിൽ തന്നെ ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പുളി കറക്റ്റ് ആയിരിക്കും. ഇനി സ്റ്റവ് എത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. ഒരുപാട് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മോര് കാച്ചിയതിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഒരു കറി ഇല്ലെങ്കിലും ഇതൊരു പപ്പടവും മതി ഒരു പാത്രം ചോറുണ്ടാനായിട്ട്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറക്കരുത്.